ഇന്നലത്തെ ഡബിൾ ഹെഡറിലെ രണ്ടാമത്തെ മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് ആയിരുന്നു. കാരണം ഡി സി വേഴ്സസ് RR ആണ്. പോയിന്റ് ടേബിളിൽ ഓൾമോസ്റ്റ് താഴെ നിൽക്കുന്ന ഒരു ടീമാണ് ഡി സി. അതുപോലെ തന്നെ ഇച്ചിരി മുകളിൽ നിൽക്കുന്ന ഒരു ടീമാണ് RR. പ്ലേ ഓഫിലേക്ക് കംപ്ലീറ്റ്ലി സാധ്യതയുള്ള ഒരു ടീമാണ് RR. പക്ഷേ എന്നാൽ ഒരു 40 അല്ലെങ്കിൽ 20-30% ചാൻസ് ഉള്ള ഒരു വേറൊരു ടീം കൂടിയാണ് ഡി സി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈറ്റ് മാച്ചിലും കാണാൻ വേണ്ടി പറ്റി. ലാസ്റ്റ് ഓവറിലാണ് കളി ജയിക്കുന്നത്. അതും 193 റൺസ് എടുത്തിട്ട് ഡി സി ചേസ് ചെയ്ത് ജയിച്ചത് ലാസ്റ്റ് ഓവറിലാണ്. അവിടെയാണ് രണ്ട് ടീമിന്റെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൗളിംഗ് കാണാൻ വേണ്ടി പറ്റിയത്. അത് ബാറ്റിംഗിലാണെങ്കിലും ബൗളിംഗിലാണെങ്കിലും ഏകദേശം ഒരു തുല്യത പാലിക്കുന്ന രീതിയിലുള്ള ഒരു മാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ശരിക്കും ഫസ്റ്റ് ബാറ്റ് ചെയ്ത RRനെ തളച്ച് കെട്ടിയത് നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ ഒരു 15ാമത്തെ ഓവർ ആട്ടോ. കാരണം ആ ഒരു 15ാമത്തെ ഓവർ വരെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നൊരു ടീമിന്, അതായത് ഏകദേശം ഒരു 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു 15ാമത്തെ ഓവറിൽ സ്റ്റാർക്ക് എറിഞ്ഞ ഓവറിലാണ് 3 വിക്കറ്റ് അടുപ്പിച്ച് 3 വിക്കറ്റ് പോവുകയും കംപ്ലീറ്റ്ലി പ്രഷറിലോട്ട് രാജസ്ഥാൻ റോയൽസ് പോവുകയും ചെയ്തത്. കാരണം അത്ര വരെ നല്ല രീതിയിൽ ഏകദേശം ഒരു 200 മേലെ സ്കോർ ഈസി ആയിട്ട് കടക്കുന്ന ഒരു കളിയായിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റിമറിച്ച ആ ഒരു ഓവറാണ്. അതുപോലെ തന്നെ ചേസിംഗിൽ ഇറങ്ങിയ സമയത്ത് ഡി സിക്കും ഈ ഒരു ചെറിയൊരു സംഭവം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ടോപ്പ് ഓർഡറിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത രണ്ടുപേരും ഗംഭീരമായിട്ട് കളിച്ചു. പിന്നീട് ചെറുതായിട്ടൊന്ന് കളി ഡി സിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച് വിക്കറ്റുകൾ പോയ സമയത്ത്. പക്ഷെ പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും ലാസ്റ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ അശുതോഷ് ശർമ്മയും ഫിനിഷർ. അതായത് ആ ഒരു മിഡിൽ ഓർഡറിൽ കറക്റ്റ് ബോൾ പോലെ നിന്ന് റൺസ് അത്യാവശ്യം അടിച്ചുകൊണ്ടിരുന്ന അക്ഷർ പട്ടേലും എൻഡിൽ ആ ഒരു ഫിനിഷർ റോൾ വന്നിട്ട് എപ്പോഴും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പ്ലെയർ അശുതോഷ് ശർമ്മ ഇന്നലെയും ഇമ്പാക്ട് ഉണ്ടാക്കി. അതുകൊണ്ടാണ് കളി ജയിക്കാൻ വേണ്ടി പറ്റിയത് ഡി സിക്ക്. അതും ലാസ്റ്റ് ഓവർ 4 ബോൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ചേസിംഗിൽ ഇറങ്ങിയ രാജസ്ഥാനിൽ ഫസ്റ്റത്തെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം 19 റൺസിന് 89 റൺസ് വരെ ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ ധ്രുവ് ജുറേലും കൂടി. പക്ഷേ രണ്ടാമത്തെ വിക്കറ്റ് ആയിട്ട് വൈഭവ് സൂര്യവംശി 50 അടിക്കാണ്ട്, അതായത് 15 അടുത്തെത്തിയിട്ട് ആൾ ഔട്ട് ആവാണ് ഉണ്ടായിരുന്നത്. മാധവ് തിവാരി ആയിരുന്നു ആ ഒരു ബ്രേക്ക് കൊടുത്തത്. വൈഭവ് സൂര്യവംശി 21 ബോളിൽ 46 റൺസാണ് എടുത്തത്. 5 4ഉം 3 6 ഉണ്ടായിരുന്നു. 219 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. അതും ഇന്നലെ കമ്പാരിറ്റീവ്ലി കുറച്ച് മെല്ലെയാണ് ആൾ കളിച്ചത്, ബാക്കിയുള്ള മാച്ചസിലെ പോലെയല്ല. എന്നിട്ടും സ്ട്രൈക്ക് റേറ്റ് 219 ഉണ്ടായിരുന്നു കേട്ടോ. 89 റൺസിൽ 161 റൺസ് വരെ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ജുറയിലും പരാഗും കൂടി ഉണ്ടായിരുന്നു. അതിൽ പരാഗ് ഇന്നലെ ഒരു ക്യാപ്റ്റന്റെ നോക്കാണ് കളിച്ചത്. അത്യാവശ്യം പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മാച്ചിൽ എനിക്കൊന്ന് ഡി സിന്റെ കൂടെ തന്നെയാണ് 90 റൺസ് പരാഗ് എടുത്തത്. അതുപോലെ തന്നെ ഇന്നലെയും കളിക്കാൻ വേണ്ടി പറ്റി. പക്ഷെ പരാഗിന്റെ ആ ഒരു ഔട്ടാണ് ശരിക്ക് കളീനെ വീണ്ടും അവിടെ നിന്ന് താളം തെറ്റിച്ചത്. കാരണം ആ ഒരു ഓവറിൽ തന്നെയാണ് ബാക്കിയുള്ള വിക്കറ്റുകളും അടുപ്പിച്ച് പോയത്. 26 ബോളിൽ 51 റൺസാണ് പരാഗ് എടുത്തത്. 3 4ഉം 5 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 196 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 165 ആകുമ്പോഴേക്ക് 5 വിക്കറ്റ് വരെ, 161 4 റൺസ് കൂട്ടിച്ചേർക്കുമ്പോഴേക്ക് 3 വിക്കറ്റ് അടുപ്പിച്ച് പോയതാണ് ശരിക്കും ഇന്നലെ RRന് തകർച്ച ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ അധികം ചേർക്കാൻ പറ്റിയില്ല. അടുപ്പിച്ച് തന്നെ ഓരോന്ന് പോകുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ധ്രുവ് ജുറയിൽ കുറച്ചേരം ഇങ്ങനെ പിടിച്ചു നിന്നു. പക്ഷെ ആൾക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നുണ്ടായിരുന്നു. ദർശൻ ഷനക ഒന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അധികം നിൽക്കാൻ പറ്റിയില്ല. കാരണം സിംഗിൾ ഡിജിറ്റ് കടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഔട്ട് ആവുകയും ചെയ്തു. ലാസ്റ്റ് ഓവറിൽ 2 ബോൾ ബാക്കി നിൽക്കുകയാണ് നമ്മൾ ധ്രുവ് ജുറയിൽ ഔട്ട് ആവുകയും ചെയ്തു. കളി ഏകദേശം കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഏകദേശം മനസ്സിലായ സമയത്താണ് നമ്മുടെ ജുറയിലേക്ക് ഒന്ന് റിസ്കി സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ആൾ ഔട്ട് ആവുകയും ചെയ്തു. 40 ബോളിൽ 53 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 5 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് എടുത്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ പ്ലെയർ ആയിരുന്നു നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 40 റൺസ് കൊടുത്തിട്ട് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 വിക്കറ്റ് തന്നെയാണ് ശരിക്കും ഇന്നലെ കളിയുടെ കംപ്ലീറ്റ്ലി, അതിൽ ആ ഒരു 3 വിക്കറ്റ് ആദ്യം എടുത്ത 3 വിക്കറ്റ് കളിയുടെ കംപ്ലീറ്റ് താളം തെറ്റിച്ചു എന്ന് പറയാൻ വേണ്ടി. തുടക്കത്തിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ബ്രേക്ക് കൊണ്ടുവരുന്ന ഒരു ബോളറാണ് ലുങ്കി എങ്കിഡി. ഇന്നലെയും അത് കാണിച്ചു തന്നു. കാരണം ജയ്സ്വാളിന്റെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തത് എങ്കിഡി തന്നെയായിരുന്നു. 4 ഓവറിൽ 24 റൺസ് കൊടുത്തിട്ടാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്കണോമിയിലും ആൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ നമ്മുടെ മുകേഷ് കുമാർ ആയിരുന്നു. 2 ഓവർ ബോൾ ചെയ്ത സമയത്താണ് 40 റൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർക്കിനും എങ്കിഡിക്കും നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോളർ എന്ന് പറയുന്നത് മാധവ് തിവാരി ആയിരുന്നു. 4 ഓവറിൽ 27 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു ബിഗ് വിക്കറ്റ് വൈഭവ് സൂര്യവംശിന്റെ വിക്കറ്റ് എടുത്തത് മാധവ് തിവാരി ആയിരുന്നു. അക്ഷർ പട്ടേൽ ഇന്നലെയും ക്യാപ്റ്റൻസി ബാറ്റിംഗിലും ബോളിംഗിലും നന്നായിട്ട് കാണിക്കുന്ന ഒരാളാണ്. ഇന്നലെയും ബോൾ ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. പക്ഷേ വിക്കറ്റ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേസിംഗ് ഇറങ്ങിയ ഡി സിന്റെ അടിപൊളി സ്റ്റാർട്ട് തന്നെയായിരുന്നു. നല്ല ആ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 100 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അഭിഷേക് പോറലും KL രാഹുലും തമ്മിൽ. 105 റൺസ് ആയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. അഭിഷേക് പോറലാണ് അവിടെ ഔട്ട് ആവുന്നത്. 31 ബോളിൽ 51 റൺസാണ് ആൾ എടുത്തത്. 7 4ഉം 1 6 അടിച്ചിട്ട് ബ്രിജേഷ് ശർമ്മയുടെ ബോളിലാണ് ആൾ ഔട്ട് ആവുന്നത്. 122 റൺസ് ആകുമ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റും പോയി. പരാക്കിന് ഇന്നലെ അധികം കളിക്കാൻ വേണ്ടി പറ്റിയില്ല. അഭിഷേക് പോറൽ ഔട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ KL രാഹുൽ, അതായത് അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 133 റൺസ് ആകുമ്പോഴേക്കും KL രാഹുൽ ഔട്ടായി. ദർശൻ ഷനക ആയിരുന്നു ആ ഒരു ഇമ്പാക്ട്ഫുൾ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 42 ബോളിൽ 56 റൺസാണ് KL രാഹുൽ അടിച്ചത്. 1 4ഉം 3 6 ആയിരുന്നു ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആങ്കർ ഇന്നിംഗ്സ് എന്ന് പറയാം. പിന്നീട് കുഞ്ഞു പാർട്ട്ണർഷിപ്പുകളാണ് ഉണ്ടായിരുന്നത്. സ്റ്റെപ്സും അക്ഷർ പട്ടേലും തമ്മിലൊരു ചെറിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റെപ്സും ഔട്ടായി. സ്റ്റെപ്സിന്റെ റൺ ഇന്നലെ സിംഗിൾ ഡിജിറ്റിൽ തന്നെ ഒതുങ്ങുന്നു. ശരിക്കും സ്ട്രോങ് അടിക്കാരനാണല്ലോ ഡേവിഡ് മില്ലർ ഇന്നലെ ആ ഒരു അടി അടിച്ചിട്ട് കളി പെട്ടെന്ന് തന്നെ ജയിപ്പിക്കുന്നു തോന്നി. പക്ഷെ ഡേവിഡ് മില്ലറിനും അധികം നിൽക്കാൻ പറ്റിയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആൾ ഔട്ടായി. ആളും ഡബിൾ ഡിജിറ്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 18.1 ബോൾ ആകുമ്പോഴേക്ക് തന്നെ 175-ൽ 5 എന്നുള്ളൊരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഡി സി. പിന്നീട് അങ്ങോട്ട് ശരിക്കും അക്ഷർ പട്ടേൽ ഓൾറെഡി ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അത്യാവശ്യം നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫിനിഷർ ആയിട്ടുള്ള അശുതോഷ് ശർമ്മയും കൂടി വരുന്നത്. അവർ രണ്ടുപേരും കൂടി വന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ട് കളി ഈസി ആയിട്ട് ജയിപ്പിക്കുകയായിരുന്നു. ലാസ്റ്റത്തെ 4 ബോൾ ബാക്കി
നിൽക്കുകയാണ്, കളി ജയിക്കുകയും ചെയ്തത്. 18 ബോളിൽ 34 റൺസ് എടുത്തിട്ട് 2 4ഉം 2 6 അടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ കൂളായിട്ട് നിന്ന അക്ഷർ പട്ടേൽ, അതായത് വിക്കറ്റുകൾ ഒരു സൈഡിൽ നിന്ന് പോകുന്ന സമയത്തും വിക്കറ്റ് കളയാണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഒരു ഇന്നിംഗ്സ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് പ്ലെയർ അശുതോഷ് ശർമ്മ 5 ബോളിൽ 18 റൺസാണ് എടുത്തത്. 1 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാന്റെ ബൗളേഴ്സിൽ 6 ബൗളേഴ്സിനാണ് ഇന്നലെ യൂസ് ചെയ്തത്. അതിൽ 3 ബൗളേഴ്സ് 10 മേലെയുള്ള എക്കണോമിയിലാണ് ബോൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ബൗളേഴ്സാണ് 10 താഴെ എറിഞ്ഞത്. ആ 10 മേലെ എറിഞ്ഞ ബൗളേഴ്സിൽ ബ്രിജേഷ് ശർമ്മയായിരുന്നു 4 ഓവറിൽ 44 റൺസ് എടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ദക്ഷിൺ ഷനക 3 ഓവർ ബോൾ ചെയ്ത സമയത്ത് 29 റൺസ് എടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നത്തെയും പോലെ തന്നെ അത്യാവശ്യം പിടിച്ചുകൊണ്ടാണ് ജോഫ്ര ആർച്ചർ ഇന്നലെയും ബോൾ ചെയ്തത്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 35 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കോ രാജസ്ഥാൻ ഇന്നലെ ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. എവിടേക്കോ വന്ന ചെറിയ പാകപ്പിഴകൾ, പ്രത്യേകിച്ച് ഫീൽഡിംഗിൽ വന്ന 2 ക്യാച്ചസും അതുപോലെ മിസ്ഫീൽഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് ശരിക്കും ഇന്നലെ രാജസ്ഥാന് ജയിക്കാൻ പറ്റാണ്ടിരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊരുതിയാണ് ശരിക്കും ഇന്നലെ രാജസ്ഥാൻ കളിച്ചത്. പക്ഷേ DC നന്നായിട്ട് തന്നെ ബോൾ എറിഞ്ഞു. അതുകൊണ്ടാണ് 200 മേലെ സ്കോർ പോകുന്ന ഒരു മാച്ചിനെ 193 ഒതുക്കാൻ പറ്റിയതും 8 വിക്കറ്റ് എടുത്തത്.